ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അവൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല ഫ്രണ്ട്സ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് പോകണം. ഇന്ന് ഞാൻ ഉറപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് സമയം 9:45. 11 മണിക്കാണ് കെട്ട്. ഇവിടെ നിന്ന് ഇച്ചിരി ദൂരമുണ്ട്, വണ്ടിയിലാണ് പോകുന്നത്. അപ്പം പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കാഴ്ചയും വണ്ടി ഓട്ടിപ്പും കൂടെ ഒരുമിച്ച് നടക്കാത്തത് കൊണ്ട് നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ? പിന്നെ കണ്ടോ, എൻ്റെ മുഖത്തൊരു മുതുക്ക് കൂടി. എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പം വന്നോളും. എന്തിനാണോ ഒന്നും ചുമ്മാ. അപ്പോൾ ഓക്കെ, നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ബൈ. എല്ലാം വന്നു ഓക്കെ. ഇത് തോരൻ, ഇത് കിഴങ്ങ് കറി, ഇത് ബീട്രൂട്ട് കിച്ചടി, ഇതും കിച്ചടി തന്നെ, വെള്ള കിച്ചടി എന്ന് പറയും. ഇത് 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 മധുരക്കൂട്ടാൻ എന്ന് പറയും. ഇത് ഒരു കൂട്ടുകറി എന്ന് പറയും. മെയിൻ ഐറ്റം വന്നില്ലല്ലേ? യെസ്.
കല്യാണമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വീട്ടിൽ കയറിയതേ ഉള്ളൂ. ഇനി ഒരു 4-4:30 ആകുമ്പോഴേക്കും ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ വീട് കാണാൻ പോകുന്നതാണല്ലേ. പക്ഷെ അല്ല, വീട് കാണാൻ പോകുന്നതല്ല ഗൈസ്. അതെവിടെയാണ് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ആരും എന്ത് മിസ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ കിടക്കട്ടെ, സദ്യയൊക്കെ കഴിച്ച് വേറെ നടന്നു. ഉറങ്ങിയില്ലെങ്കിൽ വല്ലാണ്ട് ക്ഷീണമായിരിക്കും. ഓക്കെ, അപ്പം ബൈ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ 4:30 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന്. അതെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും, ഈ കൊച്ചിന് ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അല്ല ഫ്രണ്ട്സ്, എനിക്ക് വേറെ ഡ്രസ്സും ഉണ്ട്. ഞാൻ ആദ്യം ഇട്ടത് ഒരു വെള്ള ടീഷർട്ട് ഇട്ടപ്പോഴേക്കും അതിൻ്റെ ബാക്കിലൊരു കറുത്ത കറകൾ, ഇങ്ങനെ വരകൾ, ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഇട്ടു. വൈറ്റിൽ അത് വരുമ്പോഴേക്കും വൃത്തിയിടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എനിക്കിതിടാനുള്ള വിദ്യയേ ഇന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതെടുത്തങ്ങ് ഇട്ടു. ഫ്രണ്ട്സ്, ഞാൻ പോകുന്നു. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എന്താണ് ഏതാണെന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ ബൈ.
പണിയൊക്കെ കഴിഞ്ഞ് ഞാനത് ഇപ്പോൾ വീട്ടിൽ വന്നേ ഉള്ളൂ. ഫ്രഷ് ഒന്നും ആയില്ല, ജസ്റ്റ് കുളിക്കണം. കുളിച്ച് ഫ്രഷായി പിന്നെ കുറച്ച് നാളത്തെ പരിപാടികളും കാര്യങ്ങളുണ്ട്. അതായത് നാളത്തെ കുറച്ച് വർക്കുകളും കുറച്ച് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതത്രയും കുറച്ച് എഴുതാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എഴുതണം. പിന്നെ അതുപോലെ ഇപ്പോൾ phase 2 ലാസ്റ്റ് ഡേ നാളെയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെസ്റ്റ് പേപ്പർ ഇട്ടെൻ്റെ പേപ്പറൊന്നും കറക്റ്റ് ചെയ്തില്ല. എനിക്കിന്നത് കറക്റ്റ് ചെയ്യണം, നാളെ കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് ചില പരിപാടികളൊക്കെ ഉണ്ട്. കാര്യം നാളെ കൂടിയല്ലേ ഞാനവിടെ ഉള്ളൂ. എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നാളെ അവിടെ സ്കൂളിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പം phase 2 ലാസ്റ്റ് ദിവസമാണ്. 1 മാസമേ ഉണ്ടായിരുന്നുവെങ്കിലും പിള്ളേരൊക്കെ അടിപൊളി പിള്ളേരായിരുന്നു കേട്ടോ. ഞാൻ അതിപ്പോൾ പറഞ്ഞാൽ അത് വേറെ വീഡിയോ ആയി പോകും. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യും. ആ നേരത്ത് ഞാൻ നാളത്തെ കാര്യവും അതേപോലെ എനിക്കവിടെ ഉണ്ടായ അനുഭവങ്ങളും ഒക്കെ അതിൽ ഞാൻ ഷെയർ ചെയ്യാം. അതിലെ കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഫ്രഷായിട്ട് ഫുഡ് കഴിക്കണം. കൊണ്ട് ഗൈസ് മുതുക്ക് കുരു അതെവിടെയെങ്കിലും പോകാൻ നേരത്ത് വരും. എന്തെങ്കിലും പരിപാടികൾ വരുമ്പോഴേക്കും ഒന്ന് വന്ന് ഇങ്ങനെ എനിക്ക് കണ്ണുവിടാതിരിക്കാനാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. അപ്പോൾ എനിവേ അതുകൊട്ടെ ഞാൻ പോയി ഫ്രഷായി കുളിച്ച് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കാണാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഉറങ്ങാനായിട്ട് പോവാണ്. ഇപ്പോൾ വന്നിട്ട് സമയം 2:45 ഫ്രണ്ട്സ്. പൊതുവേ 2:45 എന്ന് പറയുന്ന സമയം എനിക്ക് ഭയങ്കര ആക്റ്റീവ് ടൈമാണ്. കാര്യം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. 2:45 2:45 ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നെന്താണെന്ന് എനിക്കറിയില്ല, നല്ല പോലെ ഉറക്കം വരുന്നുണ്ട്. ഐ ആം സോ ടയർഡ്. എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി രാവിലെ മാരേജിന് പോയത് കൊണ്ടാണോ റെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. രാവിലെ മാരേജിൽ പോയി, വൈകുന്നേരം വന്നിട്ട് അങ്ങോട്ട് പോയി, അങ്ങനെ ഫുൾ ഇങ്ങനെ ഒരു ബിസി ഷെഡ്യൂളായിരുന്നു. അപ്പം അതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തോ നല്ല പോലെ ഉറക്കം വരുന്നു. പിന്നെ പോയിട്ട് തന്നെ ഞാൻ ഫുഡ് നൈറ്റ് ഫുഡ് കഴിച്ചത് ബിരിയാണി ആയിരുന്നു. ഉച്ചയ്ക്ക് സദ്യയും. അപ്പം അതിൻ്റെ ക്ഷീണമാകുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാം കൂടി ഭയങ്കര ഒരു ഇതിലിരിക്കുക. ഞാൻ ഈ 2:45 എന്ന് പറയുമ്പോഴേക്കും അടിപൊളിയായിട്ട് ഇരുന്ന് വർക്കൊക്കെ ചെയ്ത് എനിക്ക് 2:45 അങ്ങനെ ഉറക്കമൊന്നും വരത്തില്ല. ഇന്ന് ഞാൻ മാക്സിമം നോക്കി, മുഖമൊക്കെ കഴുകി നോക്കി, എന്നിട്ട് നടന്ന് നോക്കി. എങ്ങനെയും ഞാൻ ആ ഉറക്കത്തിനെ ഓവർകം ചെയ്യാനായിട്ട് നോക്കി. പക്ഷേ ഫൈനലി ഞാൻ കീഴടങ്ങി ഗൈസ്. എനിക്ക് പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിശ്വസിക്കും. നല്ല ഉറക്കം വരുന്നുണ്ട്. കണ്ണിനി ഇങ്ങനെ തുറന്ന് ഞാൻ എന്തോ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ തുറന്ന് പിടിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ അടഞ്ഞു പോകും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ കിടക്കട്ടെ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.